2025 വഖഫ് ഭേദഗതി ബിൽ ഇരുസഭകളും കടന്ന് അന്തിമഘട്ടത്തിലെത്തി. ഈ ബില്ലും മുൻപം ജനതയെ രക്ഷിക്കില്ല. കാരണം മുൻകാല പ്രാബല്യമില്ല. മുനമ്പം ജനതയുടെ അവരുടെ കൈവശം വരുന്ന ഭൂമി പണം കൊടുത്ത് തീറെഴുതി വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഏറെ നാളുകളായി. ഇപ്പോഴത്തെ വഖഫ് ബില്ല് കൊണ്ട് ഇതിനൊരു പരിഹാരമായെന്നാണ് ആ പാവങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. അന്ധനെ അന്ധൻ നയിക്കുന്ന ഈ നാട്ടിൽ അവരെ നയിക്കാനിറങ്ങിയ ചിലരെങ്കിലും വേണ്ടത്ര ഗ്രഹപാഠം ചെയ്യാതെ അവരെ തെറ്റായ വഴിയിലൂടെയാണോ നയിച്ചതെന്ന് സംശയമില്ലാതെയില്ല. ബില്ലിൽ പുതിയ ഭേദഗതി വരുന്നതോടെ മുനമ്പംകാരുടെ മുഴുവൻ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് തീർന്നുവെന്നാണ് ആ പാവങ്ങളെ എല്ലാവരും പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യം എല്ലാവരും ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ്. മുനമ്പംകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി കഴിഞ്ഞ 173 ദിവസമായി സമരം നടത്തിയ ന്യൂനപക്ഷ മോർച്ചയെ കുറ്റപ്പെടുത്തുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഒരു ജനത്തെ അവരുടെ വിഷമം മനസ്സിലാക്കി അവരുടെ സങ്കടങ്ങളിൽ അവരുടെ കൂടെ നിന്നു. കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും ഇവരെ പറഞ്ഞു പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അവരോടൊപ്പം നിൽക്കുന്നുവെന്ന് പറഞ്ഞ് KCBCയും CBCയെയും യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടാണോ പറഞ്ഞതെന്ന് വെളിപ്പെടുത്തണം. കേരളത്തിലെ MPമാരെല്ലാം ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ഒരു തുണ്ട് കടലാസിൽ എഴുതി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധപ്പെടുത്തിയതല്ലാണ്ട് ജനപ്രതിനിധികളെ ഒറ്റയ്ക്കോ കൂട്ടായോ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അവരാവശ്യപ്പെട്ടില്ല. അത് സഭാ നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ സാധാരണക്കാരന്. ഏതൊരു ചെറിയ കാര്യത്തിന് MPമാരെയും MLAമാരെയും അരമനകളിൽ വിളിച്ചു വരുത്തി നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന മെത്രാൻമാർ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഫോണിലൂടെയെങ്കിലും ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് KCBC പ്രസിഡന്റ് വെളിപ്പെടുത്തണം. അടിസ്ഥാനപരമായി കോൺഗ്രസിൽ വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വന്ന കത്തോലിക്ക മെത്രാൻമാർ ഇന്നും മനസ്സുകൊണ്ട് കോൺഗ്രസുകാർ തന്നെയാണ്. ഇതിനിടെ മുനമ്പത്ത് സമരക്കാർക്ക് സഹായികളായി നിന്ന BJP ന്യൂനപക്ഷ വിഭാഗത്തെ അവരെ രണ്ടായി വിഭജിച്ച് കാര്യം നടത്താനായി ഒരു വൈദികൻ ശ്രമിച്ചുവെന്നൊരു കരക്കമ്പിയും വരുന്നുണ്ട്. 40 വർഷം സംഘപരിവാർ സംഘടനകൾ ഒപ്പം നിന്നിരുന്ന സമരത്തിന് നേതൃത്വം നൽകിയ പ്രധാനികളെ മാറ്റി നിർത്തി കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും ഭാഗ്യപരീക്ഷണം നടത്തി ഒടുവിൽ ചവിട്ടി പുറത്താക്കിയപ്പോൾ BJPയിൽ പരീക്ഷണത്തിന് കയറിയ യുവരാജാവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയണമെന്ന് സമരസമിതി നേതാക്കൾക്ക് ഈ വൈദികൻ നിർദ്ദേശം നൽകി. എന്ന് വെച്ചാൽ പ്രസവം എടുത്ത യുവാവായ ഡോക്ടറെ കാണാൻ കൊള്ളാമെന്ന് കണ്ടപ്പോൾ അവനാണ് ഈ കൊച്ചിന്റെ തന്തയെന്ന് പെൺവീട്ടുകാർ പറയുന്നത് പോലെയായി. മുനമ്പത്ത് 1-2 പ്രാവശ്യം പ്രസംഗിക്കാൻ വന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം അതിന് നൽകിയ വിശദീകരണം യുവരാജാവിനും കൂട്ടർക്കും നമ്മുടെ സംസ്കാരമാണ്, BJP സംസ്കാരം അല്ലെന്നാണ്. ആ യുവരാജാവ് ആകട്ടെ BJPയിൽ കയറിയ ഉടനെ ജന്മനാ സംഘപരിവാർ സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന ചിലരെ വിളിച്ച് കയ്യും കാലും വെട്ടുവെന്നവരെ പറയുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്തു. കേരളത്തിലെ കോൺഗ്രസ് MPമാർക്ക് അഖിലേന്ത്യാ തലത്തിലെടുത്ത അവരുടെ തീരുമാനത്തിൽ നിന്നും പാർട്ടി നൽകിയ വിപ്പിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ പറ്റാത്തതുകൊണ്ട് അനുകൂലമായി വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു നിൽക്കാം. എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രിയങ്ക ഗാന്ധി MP എന്ത് അടിയന്തരമായിരുന്നുവെങ്കിലും സഭയിൽ പങ്കെടുത്ത് എതിർത്ത് വോട്ട് ചെയ്യണമായിരുന്നു. അത് പ്രിയങ്ക ഗാന്ധിയുടെ ഇരട്ടത്താപ്പാണ്. പ്രിയങ്ക ഗാന്ധി സഭയിൽ വരാതിരുന്ന സ്ഥിതിക്ക് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർക്കും സഭ ബഹിഷ്കരിച്ച് കത്തോലിക്ക സഭയുടെ ആഹ്വാനം സ്വീകരിച്ചുവെന്ന് പറയാമായിരുന്നു. നമ്മൾ ഇവിടുന്ന് തെരഞ്ഞെടുത്തയച്ച MPമാരിൽ വിഷയം പഠിച്ച് അവതരിപ്പിച്ചതായി കണ്ടത് ഒരേ ഒരാൾ മാത്രമാണ്. നമ്മളൊരു ബില്ലിനെതിരായി സംസാരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ എതിരായി സംസാരിക്കുന്നതെന്ന് പറയാനുള്ള ബാധ്യത സംസാരിക്കുന്ന അംഗത്തിനുണ്ട്. എന്നാൽ ആരും ആ രീതിയിൽ ഒരു ഗൃഹപാഠം ചെയ്തതായി കാണാൻ സാധിച്ചില്ല. അതേസമയം മാണി ഗ്രൂപ്പിന്റെ അംഗം മാത്രമാണ് അതിന് വ്യത്യാസമായി കാര്യകാരണ സഹിതം ബില്ലിനെ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്തത്. വഖഫ് ബോർഡിൽ അന്യമതസ്ഥരെ തിരികെ കയറ്റാൻ ഉദ്ദേശിക്കുന്ന ഭേദഗതി അനുവദിക്കാൻ പാടില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നാളെ ചർച്ച് ബില്ല് കൊണ്ടുവരികയും വികാരിയായിട്ട് ക്രിസ്ത്യാനി ഇരുന്നോട്ടെ, സഹവൈദികനായി നിൽക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ ഹിന്ദുവും മറ്റൊരാൾ മുസ്ലിമും ആയിരിക്കണമെന്നൊരു വകുപ്പും കൂടി എഴുതി ചേർത്താൽ എങ്ങനെ ഉണ്ടാകുമെന്നാണ് ജോസ് കെ മാണി ചോദിച്ചതിന്റെ പൊരുൾ. ജോസ് കെ മാണി ആവശ്യപ്പെട്ടത് സേവിംഗ് ക്ലോസ് വേണമെന്നാണ്. അതായത് ബാങ്കുകളുടെ കേസ് കൈകാര്യം ചെയ്യാൻ DRT രൂപീകരിച്ചപ്പോൾ മുൻപ് സിവിൽ കോടതികളിൽ നടന്നിരുന്ന മുഴുവൻ കേസുകളും DRTയുടെ പരിധിയിൽ വരുമെന്ന് ആ നിയമത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുൻകാല പ്രാബല്യം ലഭ്യമാകും. തടസ്സമില്ലാതെ കേസ് നടത്താൻ സാധിക്കും. ജോൺ ബ്രിട്ടാസ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നടത്തിയ പ്രസംഗത്തിന്റെ ബാക്കി പത്രം മുനമ്പംകാരെ സംരക്ഷിക്കുമെന്നാണ്. 4 ലക്ഷം പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്ത സർക്കാരാണ് പിണറായി സർക്കാർ.
അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ചെറിയൊരു സംശയമുണ്ട്. ഈ പാവപ്പെട്ടവരെ എല്ലാം ഇവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും വീട് വെച്ച് കൊടുക്കുമെന്നാണോ? എന്നാണോ ബ്രിട്ടാസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഉള്ളിലിരിപ്പ്? കാസർഗോഡ് എവിടെയെങ്കിലും ആവശ്യമുള്ള സ്ഥലം വാങ്ങി ഇവരെ അവിടെ കുടിയിരുത്താമെന്നാണ് സർക്കാരിന്റെ കണക്കൂട്ടലെങ്കിൽ അതിന് തലവെച്ച് തരാൻ മുനമ്പംകാർ ആരും കാണില്ല. അതായത് റബ്ബർ വെട്ടാൻ അറിയാവുന്നവനോട് തെങ്ങിൽ കയറാൻ പറയുക. ഈ പാവങ്ങൾക്ക് ആകെ അറിയാവുന്ന പണി മീൻപിടുത്തം മാത്രമാണ്. അവരെ ഏതെങ്കിലും വനാതിർത്തിയിൽ കൊണ്ടിട്ടിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണവും കൂടി വാങ്ങിക്കൊടുത്തേ സർക്കാർ അടങ്ങുമെന്നാണോ? കേരളത്തിലെ BJP ഒഴികെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും ഒരുമിച്ച് ബില്ലിനെ എതിർക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് മുസ്ലിം സമുദായങ്ങളോട് മുനമ്പം വിഷയം രമ്യമായി പരിഹരിച്ചാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പറയണമായിരുന്നു. ഒന്ന്, ആ ഭൂമി ഒരു ട്രസ്റ്റിന് എഴുതി കൊടുത്തതാണ്. ആ ട്രസ്റ്റ് പണം വാങ്ങി മുനമ്പംകാർക്ക് തീറെഴുതി കൊടുത്ത ഭൂമിയിലാണ് ഇപ്പോൾ വഖഫ് അവകാശം പറഞ്ഞു വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ പാവങ്ങൾ നൽകിയ പണം കൊണ്ട് ഈ ട്രസ്റ്റ് കോഴിക്കോട് വലിയൊരു ഭൂമി വാങ്ങി അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുന്നുണ്ട്. മാത്രമല്ല, വഖഫിന് ഒരു സ്ഥലം കൊടുത്താൽ അത് ഉപാധിയില്ലാതെ കൊടുക്കണം. ഉപാധി വെച്ച് ദാനം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഉപാധി വെച്ചാൽ അത് വഖഫ് ആകില്ല. ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും മുസ്ലിം സഹോദരങ്ങളെ നിർബന്ധിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു. ഈ വഖഫ് ബോർഡിലും ട്രിബ്യൂണലിലും ഒക്കെ ഇരിക്കുന്നത് ഈ സർക്കാരിന്റെ തന്നെ ആൾക്കാരാണ്. പ്രതിപക്ഷ നേതാവും ഭരണപക്ഷവും സ്ഥലത്തെ MP എല്ലാം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മുസ്ലിം മത നേതാക്കളെ പറഞ്ഞു ബോധിപ്പിച്ച് മുനമ്പം വിഷയത്തിൽ അവരുന്നയിക്കുന്ന വ്യാജ അവകാശവാദം പിൻവലിപ്പിക്കണമായിരുന്നു. കാലാകാലങ്ങളിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും കൈവശം വെച്ചിരുന്ന വോട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോവുകയില്ലായിരുന്നു. പ്രാചീന കാലത്ത് അടിസ്ഥാന തത്വങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രസക്തിയുള്ളൂ. മണ്ണും പെണ്ണും കൈവശക്കാരനുള്ളതാണ്.